നമ്മളിപ്പോ ഉള്ളത് തേവര ഫെറിയാണ്. ബോട്ട് ജെട്ടിയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അതായത് ലാസ്റ്റ് സ്റ്റോപ്പാണ് തേവരയുടെ. ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. ആൾക്കാർക്ക് ഒരു രാത്രി സന്ധ്യ നേരത്തൊക്കെ വന്നിട്ട് നിൽക്കാൻ പറ്റിയ സ്ഥലം. നമുക്ക് ഈവനിങ്ങിൽ വന്ന് കുറച്ചേരം സ്പെൻഡ് ചെയ്യാം. അതായത് നല്ല കാറ്റൊക്കെയാണ് ഇവിടെ. നല്ല പുഴയുടെ തീരാറ് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പുറത്തെ ഈ അക്കരയും ഒക്കെ കാണാൻ പറ്റിയ. അപ്പുറത്തെ അക്കര എന്ന് പറയുന്നത് നമ്മുടെ കുമ്പളങ്ങി അങ്ങോട്ടേക്കൊക്കെയാണ് മറ്റേ ബോട്ട് സർവീസും. നല്ലൊരു മഴയുടെ സമയത്തായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലൈയിങ് ഫിക്കീസ്. ഇറ്റ്സ് മീ കിരൺ. ഇറ്റ്സ് മീ രേഷ്മ. ബാക്കില് പപ്പയും മമ്മയുണ്ട്, മിണ്ടത്തില്ല. പിന്നെ ജെർമി. ജെർമി ഇവിടെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. വാ പോവാന്ന് പറയാണ്. ആക്ച്വലി നമ്മളിപ്പോ ഉള്ളത് ഒരു റെസ്റ്റോറന്റ് റിവ്യൂ എടുക്കാൻ വേണ്ടിയാണ്. ഇത് വരുന്നത് തേവര ഫെറി. ഇത് തേവര ഫെറി അറ്റമാണ്. നമുക്ക് ഇവിടെ മറ്റേ ബോട്ടും ഒക്കെ സർവീസ് ലാസ്റ്റ് സ്റ്റോപ്പും. അതെ, കുമ്പളത്തേക്ക് കുമ്പളങ്ങിക്കാണോ? ഇവിടുന്ന് അപ്പുറത്തേക്ക് കുമ്പളങ്ങിയാണ്. അത് മാത്രം നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു. അതെ. സോ ഇവിടെ നമ്മളൊരു റെസ്റ്റോറന്റ് കണ്ടായിരുന്നു, അക്കര ആൻഡ് കോ. ആക്ച്വലി നല്ല ഡിന്നർ കഴിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് നമ്മൾ അറിഞ്ഞു. അതായത് മിഡ് നൈറ്റ് വരെ ഉണ്ട് ഇവർക്ക്. ആക്ച്വലി 4 o'clock മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈവനിങ് 4 to 2 o'clock, ഏർലി മോർണിംഗ് 2 o'clock വരെയാണ് ഇവരുടെ റെസ്റ്റോറന്റ് ഓപ്പണിംഗ് ടൈം. കുറച്ചും കണ്ട് കഴിഞ്ഞിട്ട് ഇവര് എന്തോ ലഞ്ചൊക്കെ ചെയ്യുന്നത് കേട്ടായിരുന്നു. അതിപ്പോ എന്തായാലും നടത്തിയിട്ടില്ല. 4 o'clock ഇപ്പൊ ഉള്ളത് അവർക്ക് ഫുഡ് ഉള്ളത്. സോ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്ന മുമ്പ് കുറച്ചേരം ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ ഓർത്താണ്. കുറച്ചേരം ഇവിടെ ഇരുന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാന്ന് കരുതി. അതെ, ആക്ച്വലി നമുക്ക് സന്ധ്യ ആയിട്ടില്ല, നമ്മൾ കുറച്ച് നേരത്തെയാണ് വന്നത് മഴ ടൈമാണ്. അപ്പൊ മഴ ഇല്ലാന്ന് നമ്മൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ്. അല്ല ഇവിടുത്തെ ആംബിയൻസ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിവിടെ ബോട്ടൊക്കെ പോണ കാണാൻ നല്ല രസമുണ്ടാക്കാം. ഇത് ആക്ച്വലി ആൾക്കാരെ ഇപ്പുറത്തുനിന്ന് എടുത്ത് മറ്റേ കുമ്പളങ്ങിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ബോട്ട് മാത്രമല്ല ട്രെയിനും പോകുന്ന കാണാം. സോ ഞങ്ങൾ അങ്ങനെ കുറച്ചേരം ഇരുന്ന് അങ്ങനെ അവിടെ കുറെ പേര് വന്നിരുന്ന് കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കുളക്കോഴി മീനെ പിടിക്കുന്നത് കാണാം. സോ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പൊ സന്ധ്യയായി. അപ്പൊ നമ്മ ജെർമീനെ നമ്മ വണ്ടിയിലൊക്കെ ആക്കിയിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ്. അവൻ അവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് ശല്യമൊന്നും ഇല്ലാതെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മതിച്ചായിരുന്നു. സോ ഇതാണ് നല്ലൊരു ആംബിയൻസ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. നമ്മുടെ അക്കര ആൻഡ് കോ എന്നുള്ള റെസ്റ്റോറന്റ് ആണ്. ഇവിടെ നല്ല ഇരിക്കാനായിട്ടൊക്കെ നല്ല രസമാണ്. ആൾക്കാർ കുറെ പേര് വന്നു പോകുന്നുണ്ട്, കുറച്ച് ഫേമസ് ആയി വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് നാടൻ ഫുഡുകളാണ് കൂടുതലും ഉള്ളത്. അപ്പൊ നമ്മൾ കട്ടൻ ചായയൊക്കെ അടിച്ച് ഞങ്ങൾ ചീയേഴ്സ് ഒക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ ടൈമിൽ കുറച്ച് മഴയും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ആംബിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി അപ്പൊ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ അതൊക്കെ മമ്മി അടിച്ച് മാറ്റി തിന്നുന്നുണ്ട്. മമ്മി അങ്ങനെയാണ്. സോ നമ്മൾ ഓർഡർ ചെയ്തേക്കണത് താറാവ് കറി ഉണ്ടായിരുന്നു, ബീഫ് സ്റ്റൂ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ആലപ്പി ചിക്കൻ കറി. ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. സോ നമ്മൾ അതിന്റെ കൂടെ നമുക്ക് ബ്രെഡ് ഐറ്റംസ് ആയിട്ട് അപ്പം ഉണ്ടായിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ പത്തിരി ഉണ്ടായിരുന്നു, നൈസ് പത്തിരി, പിന്നെ ഇടിയപ്പം. ഇതൊക്കെ വേറെ ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇത്രയാണ് ഓർഡർ ചെയ്തത്. നമ്മൾ ഓരോരുത്തരും ഓരോ ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. മമ്മി എടുത്തേക്കണത് ഇടിയപ്പം മമ്മി ആദ്യമേ അത് മതിയെന്ന് പറഞ്ഞായിരുന്നു. കൂടെ താറാവ് കറി, താറാവ് മപ്പാസാണ് ആക്ച്വലി അവരുടെ ഫേമസ് ആണ്. കുരുമുളകൊക്കെ ഇട്ടാണ് മപ്പാസ് ഉണ്ടാക്കിയേക്കണത്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങള് എൻക്വയറി എടുത്ത് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഡക്കിന്റെ കറിയാണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ മൊമെന്റ്. സോ അതാണ് മമ്മി ട്രൈ ചെയ്യണത്. മമ്മിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടെന്നാണോ പറഞ്ഞത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി മമ്മി ഇങ്ങനത്തെ കറിയല്ല വെക്കണം, മമ്മി വേറെ രീതിയാണ്. ഇതൊരു കുട്ടനാടൻ സ്റ്റൈലാണ്. അപ്പൊ ഇതൊരു കുട്ടനാടൻ സ്റ്റൈലാണ്. അപ്പൊ മമ്മിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പപ്പ ബ്രെഡും ബ്രെഡ് വരുന്നത് സ്റ്റീംഡ് ആയിട്ടുള്ള ബ്രെഡാണ്. അതാണ് ചൂട് പാർന്ന കണ്ടില്ലേ, സ്മോക്ക് അല്ല പറഞ്ഞത് ആവി അല്ല. അപ്പൊ അതായിരുന്നു. മോളൂട്ടനാണെങ്കിലോ നൈസ് പത്തിരി ഉണ്ടായിരുന്നു, കുട്ടനാടൻ ചിക്കൻ റോസ്റ്റ്. കുട്ടനാടനാണോ? ആലപ്പിയാണല്ലേ. ഓക്കെ, ആലപ്പി ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തത്. അത് അടിപൊളിയായിരുന്നു അല്ലേ? അതും അടിപൊളിയായിരുന്നു. പിന്നെ കാര്യമുണ്ട്, സ്പൈസിയേ അല്ല സംഭവം. നമുക്ക് ആർക്ക് വേണമെങ്കിൽ നോർമലി കഴിക്കാൻ പറ്റിയതാണ്. എല്ലാ ഡിഷും സ്പൈസി ഒന്നുമല്ല, എല്ലാം നോർമൽ ഇതാണ്, നമുക്ക് കഴിക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ്.
പിന്നെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, അതും പറയേണ്ടത് തന്നെയാണ്. ക്വാളിറ്റിയും കൊള്ളാം, ക്വാണ്ടിറ്റിയും ഉണ്ട്. അത് മാത്രമല്ല കോസ്റ്റും അത്ര ഇല്ല, നല്ല കറക്റ്റ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഞാനാണെങ്കിൽ വെള്ളയപ്പം കഴിച്ചു, ബീഫ് പിന്നീടാണ് വന്നത്. ആക്ച്വലി ഞാൻ താറാവിൽ തന്നെയാണ് ആദ്യം തൊട്ടത്. അത് രണ്ടും കൂടെ റെഡിയായപ്പോ പിന്നെ ഒരു ബീഫും പറഞ്ഞു. അതെ, ഞാൻ സ്റ്റൂ ഇടാന്ന് ഓർത്തായിരുന്നു, പക്ഷെ സ്റ്റൂവിന് പകരം ഞാൻ താറാവിനെ കയറി ആക്രമിച്ചു. സോ നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഇവര് രണ്ടുപേരും ഓർഡർ ചെയ്തത് ചുക്ക് കാപ്പി. ചുക്ക് കാപ്പി കിടിലൻ ചുക്ക് കാപ്പി ആയിരുന്നു. ഞാൻ 2 പ്രാവശ്യമാണ് ചുക്ക് കാപ്പി വാങ്ങിച്ച് കഴിച്ചത്. ഞാൻ നോർമൽ ഒരു കട്ടൻ ചായ, മമ്മി ഒരു പാൽ ചായയും കഴിച്ചു. ആക്ച്വലി ഇവിടുത്തെ ബീഫ് സ്റ്റൂ എന്ന് പറഞ്ഞാൽ കിടിലൻ ബീഫ് സ്റ്റൂ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അത് ബീഫ് അതിനകത്തിട്ട് തന്നെയാണ് വേവിച്ച്, ഐ മീൻ വെജിറ്റബിൾസ് ആയിട്ട് വേവിച്ചിട്ടുണ്ടാകും. ചിലവർ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ചിലയിടത്തൊക്കെ സ്റ്റൂ കിട്ടാറ്. പക്ഷെ ഇതങ്ങനെയല്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബീഫ് സ്റ്റൂ ഉണ്ടാക്കിയതാണ് അവര്. അതും അടിപൊളി തേങ്ങാപ്പാൽ തന്നെ കേട്ടോ, അല്ലാതെ പൗഡർ ഒന്നും അതൊന്നുമല്ല, തേങ്ങാപ്പാൽ തന്നെ. പിന്നെ നമ്മുടെ ബീഫ് എന്തായിരുന്നു, ഫ്രൈ ആണ്, ബീഫ് ഉള്ളർത്താണ്, ബീഫ് ഫ്രൈ ആണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതിന്റെ കൂടെ ഞാൻ കുറച്ച് സലാഡ് കൂടുതൽ വാങ്ങിച്ചു. എനിക്ക് സലാഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്, അപ്പോൾ ഞാനത് കൂടുതൽ വാങ്ങിച്ചു. അത് എക്സ്ട്രാ, എവിടെ ചെന്നാലും ഒരു എക്സ്ട്രാ ഉണ്ട്. ഇവിടെ അത് തന്നെ മേടിച്ചു. എന്താ അപ്പത്തിനോട് കോമ്പിനേഷൻ എനിക്ക് അറിഞ്ഞൂടാ. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. വീണ്ടും ഞങ്ങള് അപ്പവും പപ്പ ബ്രെഡ് മാറ്റി ഇനി അപ്പം ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞെടുത്തു. ഞാൻ ആസ് യൂഷ്വൽ പത്തിരി തന്നെ എടുത്തു. നൈസ് പത്തിരി ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം കൂടി ഓർഡർ ചെയ്തതാണ്. അങ്ങനെ പപ്പ എല്ലാ ചാറും അങ്ങോട്ട് വടിച്ചൊഴിച്ച് അങ്ങോട്ട് പപ്പയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി. പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് പപ്പ കഴിക്കുന്നത്. അതെ, അത് കണ്ടല്ലോ, ഇപ്പൊ കണ്ടാ മനസ്സിലായില്ലേ, പപ്പ അടിപൊളിയായിട്ടാണ് എല്ലാം തീർത്ത് വെച്ചത്. ശരിക്കും പറഞ്ഞെങ്കിൽ നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മസ്റ്റ് ട്രൈ ആട്ടോ ഇത്. ആക്ച്വലി നമുക്ക് ഞാൻ പറഞ്ഞില്ല, അധികം കോസ്റ്റ്ലി ഒന്നും ആയില്ല, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മളിവിടെ ഫുഡൊക്കെ കഴിഞ്ഞു, നമ്മളിപ്പോ പേയ്മെന്റ് ചെയ്യുകയാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ആക്ച്വലി ഇവിടെ കഴിച്ചത്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഇതൊക്കെ കിട്ടും, അതായത് കപ്പലണ്ടി മുട്ടായി, അതെ, എന്റെ തേൻ മിഠായി. അത് ഞാൻ കഴിച്ചത് ഞാൻ കാണിച്ചില്ല, അത് ഞാൻ കഴിച്ചായിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നമുക്ക് ജെർമിക്ക് കുറച്ച് അവിടെ നിന്നൊക്കെ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കഴിക്കേണ്ട. അത് ജെർമി തകർത്ത്. അപ്പൊ ഞങ്ങൾ അവിടെ എല്ലാ ഫുഡും വേസ്റ്റ് ആക്കാതെയാണ് ഞങ്ങൾ പോകുന്നത്. ഒരിത്തിരി ഫുഡ് പോലും ഞങ്ങൾ കളഞ്ഞിട്ടില്ല. പുള്ളി അതുകൊണ്ട് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കും. രാത്രി അവനുള്ള ഫുഡും അവിടെ ആയി. കാരണം ആക്ച്വലി ഡോഗിനൊക്കെ പോകുമ്പോ നമുക്ക് ഇങ്ങനെ കാറിന്റെ അകത്ത് ഇരിക്കുമെങ്കിൽ കാറിന്റെ അകത്ത് ഇരുത്തിയിട്ട് നമുക്ക് സൈഡിൽ ഇരിക്കുകയും ചെയ്യാം, അവരും ഇരുന്നോളും, അവർക്കും എൻജോയിങ് ആയി. സോ ഗൈസ്, അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അവിടുത്തെ ഫുഡിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമല്ല, നല്ലൊരു റിവ്യൂ ആണ് തരാൻ പോണത്. ഫുഡ് ഓവറോൾ നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് താറാവ് ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ആയിരുന്നു, ആലപ്പി ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് സ്റ്റൂ ഉണ്ടായിരുന്നു, പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, 4 ഉണ്ടായിരുന്നല്ലേ? ഓക്കെ, ആ 4 കറിയും, പിന്നെ നമ്മള് അപ്പം, ഇടിയപ്പം, ബ്രെഡ്, പത്തിരി, ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. എല്ലാം നല്ല ഫുഡായിരുന്നു. കറിയൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. സോ അതിൽ താറാവ് നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല കുരുമുളകൊക്കെയാണ് വെച്ചത്. അതെ, ഡിമാൻഡ്, അതെ, താറാവാണ് മെയിൻ ആയിട്ട്. പിന്നെ എല്ലായിടത്തും ഇപ്പൊ ബ്രെഡ് സ്റ്റൂ തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും, അതും ഇവിടെ അവൈലബിൾ ആയിരുന്നു. ബ്രെഡ് സ്റ്റീംഡ് ബ്രെഡ് ആയിരുന്നു. പിന്നെ ബീഫ് സ്റ്റൂവിൽ ബീഫ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ബീഫ് ഉലർത്തിയതായിരുന്നു, ബീഫ് ഫ്രൈ ആണ് ആക്ച്വലി, അതും നല്ല ടേസ്റ്റി ആയിരുന്നു. കുറച്ച് ഹാർഡായിരുന്നു, ബട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ചിക്കൻ കറിയാണ്, അത് ഞാനാണ് കഴിച്ചത്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് തേങ്ങാപ്പാലും ഒക്കെ ഇട്ട് അങ്ങനത്തെ സ്റ്റൈലില്, സ്പൈസി ഒന്നല്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഇതായിരുന്നു. പിന്നെ മസാലാസ് എല്ലാം നോർമൽ നമ്മൾക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ മസാല ഒക്കെ തന്നെയായിരുന്നു. പിന്നെ ബീഫ് സ്റ്റൂ എന്ന് പറയുമ്പോൾ അത് നല്ലോണം കുക്ക് ചെയ്തിട്ടാണ് തന്നേക്കണത്. ചിക്കൻ അല്ല, ബീഫ് വേറെ കറി വേറെ എന്നുള്ള രീതിയൊന്നും അല്ല, രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല കറിയായിട്ട് തന്നെയാണ്. ചിലയിടത്ത് പുഴുങ്ങി വെക്കുമല്ലോ ബീഫ്, അങ്ങനെയല്ല, അവർ അതിനകത്ത് തന്നെ ഇട്ട് കുക്ക് ചെയ്തിരിക്കുന്നതാണ്. സോ അതും നല്ലൊരു ടേസ്റ്റി ആയിരുന്നു. സോ ഓവറോൾ നല്ല ഫുഡായിരുന്നു. പപ്പയ്ക്ക് മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. പപ്പ സോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ആക്ച്വലി ഇത് നമ്മ പെയ്ഡ് പ്രൊമോഷൻ അല്ല, നമ്മളുടെ സ്വന്തം റിവ്യൂ ആണ്. സ്വന്തമായിട്ട് കഴിച്ച് ഞങ്ങള് ഫാമിലി ആയിട്ട് ഒരു
ഔട്ടിങ് നടത്തിയിട്ട് പോയതാണ് അവിടെ കഴിക്കാനായിട്ട്. അത്ര കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് ഒരു വട്ടം ഒന്ന് പാർസലും മേടിച്ചൊന്ന് ട്രൈ ചെയ്തു. അപ്പൊ അവിടെ ചെന്നിരുന്ന് ആ അറ്റ്മോസ്ഫിയറിൽ ചെന്നിരുന്ന് കഴിക്കാനൊരു ആഗ്രഹം. അപ്പൊ ഞങ്ങളൊരു ഔട്ടിങ്ങും എല്ലാം കൂടെ ആക്കിയിട്ട് അങ്ങോട്ട് പോയതാണ്. സോ നമ്മള് പേടോ ഒന്നുമല്ല. ഇതിനു മുമ്പിട്ടും ഒരു കമന്റിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് നമ്മള് പൈസ മേടിച്ചിട്ട് കൊള്ളില്ലാത്തത് നല്ലതാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ വീഡിയോസിൽ ഫുഡ് റിവ്യൂ ഇടുമ്പോൾ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങളുടെ ഓൺ അഭിപ്രായമാണ് പറഞ്ഞത്. സോ അപ്പൊ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും മസ്റ്റ് ട്രൈ തന്നെ കേട്ടോ. കാരണം നല്ലൊരു ആംബിയൻസ് ആണ്, നല്ല ഒരു കുറച്ചു നേരം ഇരിക്കാൻ പറ്റിയ ഒരു പുഴയുടെ സൈഡില് കൊച്ചിക്കായലാണ്. അപ്പൊ അതിന്റെ സൈഡില് നമുക്കൊരു കട്ടൻ കാപ്പിയോ കട്ടൻ ചായ കുടിച്ചിരുന്ന് പിന്നെ സ്പെൻഡ് ചെയ്യാൻ സംസാരിക്കാനൊക്കെ സമയം, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ നടത്താൻ പറ്റിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഡിന്നർ കഴിക്കാം, നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അവിടെ സാറ്റർഡേസിൽ മാത്രം 3 o'clock to 2 AM കണ്ടാണ്. അല്ലാത്ത ടൈം അതായത് മൺഡേ ടു ഫ്രൈഡേ വരുന്നത് ലൈക്ക് 4 to 2 AM അങ്ങനെയാണ്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ സൺഡേസ് ഓപ്പൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യൽ ആയിട്ട് പറയാഞ്ഞത്. ഹോളിഡേയ്സിലാണ് അവര് നേരത്തെ തുറക്കുന്നത്, ഒരു 1 hour ബിഫോർ. എന്തിനാണ് പറയുന്നത്, വേറെ ഒന്നുമില്ല. സോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in next video. Bye. Bye.